അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് 4-ാം ക്ലാസ്സിന്റെ തജ്വീദ് എന്ന വിഷയത്തിൽ മുൻ വർഷങ്ങളിലെ വാർഷിക പരീക്ഷയ്ക്ക് വന്ന ചോദ്യപേപ്പറാണ്. ഒന്നാമത്തെ പ്രവർത്തനം നോക്കാം. യോജിച്ചവ ചേർക്കാം. അപ്പോൾ താഴെ 6ഓളം ചോദ്യങ്ങളാണ് നൽകിയിട്ടുള്ളത്. അപ്പോൾ ഓരോന്നിനോടും യോജിച്ചത് ആ ബ്രാക്കറ്റിൽ നിന്നും എടുത്തെഴുതുക. ഒന്നാമത്തെ ചോദ്യം ഏകാര സ്വരത്തിൽ ഉച്ചരിക്കലാണ്. അപ്പം ഏകാര സ്വരത്തിൽ ഉച്ചരിക്കലാണ്. അപ്പൊ അതിനോട് യോജിച്ചത് ഏതാണ്? നമുക്ക് ആ ബ്രാക്കറ്റ് ഒന്ന് വായിച്ചു നോക്കാം. ഇസ്തിഗ്ലാഇന്റെ ഹർഫുകൾ മറച്ചു മണിച്ചു ഉച്ചരിക്കണം, കുറ്റകരമാണ്. തർക്കീക്ക്, തഫ്ഹീം, ഇമാലത്ത്. അപ്പൊ ഒന്നാമത്തതിനോട് യോജിച്ചത് ഇമാലത്ത് എന്നുള്ളതാണ്. ഏകാര സ്വരത്തിൽ ഉച്ചരിക്കലാണ് ഇമാലത്ത്. രണ്ടാമത്തെ ചോദ്യം കനപ്പിക്കുക. അപ്പൊ അതിനോട് ചോദിച്ചത് ഏതാണ്? തഫ്ഹീം അല്ലെ. അവിടെ തഫ്ഹീം എന്ന ബ്രാക്കറ്റിൽ നിന്നും എടുത്തെഴുതി കൊടുക്കുക. മൂന്നാമത്തെ ചോദ്യം നേർപ്പിക്കുക. അപ്പൊ നേർപ്പിക്കുക എന്നുള്ളതിനോട് യോജിച്ചത് തർക്കീക്ക് എന്നുള്ളതാണ്. അപ്പൊ അതവിടെ എടുത്തെഴുതുക. നാലാമത്തത് എല്ലാ സമയത്തും തഫ്ഹീമായിട്ടാണ് ഉച്ചരിക്കേണ്ടത്. ഇസ്തിഗ്ലാഇന്റെ ഹർഫുകൾ. അപ്പൊ അവിടെ ഇസ്തിഗ്ലാഇന്റെ ഹർഫുകൾ എന്ന് എടുത്തെഴുതി കൊടുക്കുക. അഞ്ചാമത്തെ ചോദ്യം നിയമങ്ങൾ പാലിക്കാതെയുള്ള ഖുർആൻ പാരായണം കുറ്റകരമാണ്. അപ്പൊ അവിടെ കുറ്റകരമാണ് എന്നുള്ളതാണ് അതിന്റെ നേരെ എഴുതി കൊടുക്കാനുള്ളത്. ആറാമത്തത് സുക്കൂനുള്ള മീമിന്റെ ശേഷം ബാ വന്നാൽ മീമിനെ മറച്ചു മണിച്ചു ഉച്ചരിക്കുക. അപ്പൊ അവിടെ മറച്ചു മണിച്ചു ഉച്ചരിക്കണം എന്നുള്ളത് ആ ബ്രാക്കറ്റിൽ നിന്നും എടുത്തെഴുതി കൊടുക്കുക. ഇനി രണ്ടാമത്തെ പ്രവർത്തനം വേർതിരിക്കാം എന്നുള്ളതാണ്. സാക്കിനായ മീമിന്റെ ഉദാഹരണങ്ങൾ. അപ്പൊ സാക്കിനായ മീമിന്റെ ഉദാഹരണങ്ങൾ ഇൽഹാർ, ഇഖ്ഫാ, ഇദ്ഗാം. ഇത് മൂന്നും ആ ബ്രാക്കറ്റിൽ നൽകിയിട്ടുണ്ട്. അപ്പോൾ ശരിയായതിന്റെ നേരെ മാത്രം എന്ത് ചെയ്യുക? ഇപ്പൊ ഇൽഹാർ ആണെങ്കിൽ ആ ഇൽഹാറിന് നേരെ മാത്രം ഇൽഹാർ എടുത്തെഴുതുക. ഇഖ്ഫാഇന് നേരെ ആ ഇഖ്ഫാ എടുത്തെഴുതുക. ഇദ്ഗാമിന് നേരെ ആ ബ്രാക്കറ്റിൽ നിന്നും ഇദ്ഗാം മാത്രം എടുത്തെഴുതുക. അപ്പൊ ഇൽഹാർ ഏതെല്ലാമാണ്? വ കുന്തും അസ്വാജൻ സലാസ വല്ലദീന ഹും അനിൽ ലഗ്വി മുഅ്രിദൂൻ. അപ്പൊ അത് രണ്ടുമാണ് ഇൽഹാറിന്റെ ഭാഗത്ത് വരുന്നത്. അതവിടെ എടുത്തെഴുതി കൊടുക്കുക. രണ്ടാമത്തത് ഇഖ്ഫാ ആണ്. വഹും ബിഹി മുസ്തംസിക്കൂൻ വമൻ യഅ്തസിം ബില്ലാഹി. അപ്പൊ അതാണ് ഇഖ്ഫാ. അത് രണ്ടും അവിടെ എഴുതി കൊടുക്കുക. ഇനി മൂന്നാമത്തത് ഇദ്ഗാമാണ്. ഖലഖകും മിൻ നഫ്സിൻ വാഹിദ. അതാണ് ഇദ്ഗാമായിട്ട് വരുന്നത്. അപ്പൊ ഇത് ഇദ്ഗാം എന്നുള്ളതിന് നേരെ എഴുതി കൊടുക്കുക. ഇനി മൂന്നാമത്തെ പ്രവർത്തനം വ്യക്തമാക്കാം എന്നുള്ളതാണ്. ഒന്നാമത്തെ ചോദ്യം ലാമുൽ ജലാല. ലാമുൽ ജലാല എന്ന് പറഞ്ഞാൽ എന്താണ്? അള്ളാഹു എന്ന ഇസ്മിലുള്ള ലാമിനാണ് ലാമുൽ ജലാല എന്ന് പറയുന്നത്. അപ്പൊ ഒന്നുകൂടെ നോക്കാം. അള്ളാഹു എന്ന ഇസ്മിലുള്ള ലാമിനാണ് ലാമുൽ ജലാല എന്ന് പറയുന്നത്. രണ്ടാമത്തത് തഫ്ഹീം. തഫ്ഹീം എന്ന് പറഞ്ഞാൽ എന്താണ്? വായ നിറയും വിധം ശബ്ദം നൽകുന്നതിനാണ് തഫ്ഹീം എന്ന് പറയുന്നത്. മൂന്നാമത്തത് മദ് അസ്ലി. മദ് അസ്ലി എന്ന് പറഞ്ഞാൽ മദ്ദിയായ അക്ഷരത്തെ ഉച്ചാരണത്തിൽ കൊണ്ടുവരാൻ ആവശ്യമായ നീട്ടലിനാണ് എന്ത് പറയുക? മദ് അസ്ലി എന്ന് പറയുക. ഇനി നാലാമത്തത് മദ് ഫറഈ. മദ് ഫറഈ എന്ന് പറഞ്ഞാൽ എന്താണ്? മദ്ദക്ഷരത്തിന് ശേഷം ഹംസയോ സുക്കൂനോ വന്നാൽ കൂടുതൽ നീട്ടണം. അതിന് മദ് ഫറഈ എന്ന് പറയും. ഇനി നാലാമത്തെ പ്രവർത്തനം ഉത്തരം എഴുതാം എന്നുള്ളതാണ്. ഒന്നാമത്തെ ചോദ്യം ലാമുൽ ജലാല സാധാരണ ലാം പോലെ ഉച്ചരിക്കണം എപ്പോൾ? എപ്പോഴാണ്? ലാമിന്റെ മുമ്പുള്ള ഹർക്കത്ത് കസുറാണെങ്കിൽ. അപ്പോൾ ലാമിന്റെ മുമ്പുള്ള ഹർക്കത്ത് കസുറാണെങ്കിൽ ലാമുൽ ജലാല സാധാരണ ലാം പോലെ ഉച്ചരിക്കണം. മനസ്സിലായല്ലോ. ഇനി രണ്ടാമത്തത് ഖമറിയായ അക്ഷരത്തിന്റെ മുമ്പ് വന്ന അൽ എന്നതിലെ ലാമിനെ എന്ത് ചെയ്യണം? ഉത്തരം ലാമിനെ വ്യക്തമായി ഉച്ചരിക്കണം. മൂന്നാമത്തെ ചോദ്യം വാവും യാവും ലീനിന്റെ ഹറഫാകുന്നത് എപ്പോഴാണ്? ഉത്തരം വാവിനും യാഇനും സുക്കൂനും മുമ്പുള്ള അക്ഷരത്തിന് ഫതഹുമാണെങ്കിൽ ആ വാവും യാവും എന്താണ്? ലീനിന്റെ ഹർഫാണ്. നാലാമത്തത് ലാസിം ഹർഫി മുഖഫഫ് എന്നാൽ എന്ത്?
ഉത്തരം ഹിജായിയായ ഹർഫിലാണ് സുക്കൂൻ വന്നതെങ്കിൽ ആ മദ്ദിന് ലാസിം ഹർഫിയെ മുഖഫഫ് എന്ന് പറയും. ഇനി അഞ്ചാമത്തെ പ്രവർത്തനം 2 വീതം എഴുതാം എന്നുള്ളതാണ്. അപ്പം ഒന്നാമത്തെ ചോദ്യം, റായിനെ തർക്കീക്കാക്കുന്ന സ്ഥലങ്ങൾ. റായിനെ തർക്കീക്കാക്കുന്ന സ്ഥലങ്ങൾ ഏതെല്ലാമാണ്? ഒന്നാമത്തത് റായിന്റെ ഹർക്കത്ത് കെസുറാവുക. പിന്നെയോ റായിന് സുക്കൂനും റായിന്റെ മുമ്പ് അസ്ലിയായ കെസുറ വരികയും റായിന്റെ ശേഷം ഇസ്തിഅലാഇന്റെ അക്ഷരം വരാതിരിക്കുകയും ചെയ്യുക. മൂന്നാമത്തത് സുക്കൂനുള്ള റായിന്റെ മുമ്പ് സുക്കൂനായ യാ വരിക. നാലാമത്തത് സുക്കൂനുള്ള റായിന്റെ മുമ്പ് യാ അല്ലാത്ത സുക്കൂനുള്ള അക്ഷരം വരികയും അതിന്റെയും മുമ്പ് കെസുറും വരിക. അപ്പം ഇതൊക്കെയാണ് റായിനെ തർക്കീക്കാക്കുന്ന സ്ഥലങ്ങൾ. ഏതെങ്കിലും 2 മാത്രം അവിടെ എടുത്തെഴുതുക. രണ്ടാമത്തത് റായിനെ തഫ്ഖീമാക്കുന്ന സ്ഥലങ്ങൾ ഏതെല്ലാണ്? റായിന്റെ ഹർക്കത്ത് ഫത്തഹോ ലമ്മോ ആവുക, റായിന് സുക്കൂനും റായിന്റെ മുമ്പുള്ള ഹർഫിന് ഫത്തഹോ ലമ്മോ ആവുക. മൂന്നാമത്തത് റായിന് സുക്കൂനും റായിന്റെ മുമ്പുള്ള ഹർഫിന്റെ കെസുറ ആരിദ് അഥവാ താൽക്കാലികം ആവുക, അല്ലെങ്കിൽ റായിന്റെ മുമ്പുള്ള കെസുറ് മറ്റൊരു പദത്തിലാവുക. നാലാമത്തതോ സുക്കൂനുള്ള റായിന്റെ മുമ്പുള്ള കെസുറ് അസ്ലിയായിരിക്കെ അതേ കലിമത്തിൽ റായിന്റെ ശേഷമുള്ള ഹർഫ് ഇസ്തിഅലാഇൽ പെട്ടതാവുക. അവസാനത്തത് അഞ്ചാമത്തത് വഖഫ് ചെയ്തതിനാൽ റായിന് സുക്കൂൻ വരുമ്പോൾ റായിന്റെ മുമ്പ് യാ അല്ലാത്ത സാക്കിനായ ഹർഫും അതിന്റെ മുമ്പ് ഫത്തഹോ ലമ്മോ ഉള്ള ഹർഫുകളും ഉണ്ടാവുക. അപ്പം ഇതൊക്കെയാണ് റായിനെ തഫ്ഖീമാക്കുന്ന സ്ഥലങ്ങൾ. ഏതെങ്കിലും 2 മാത്രം അവിടെ എടുത്തെഴുതുക. ഇനി ഖുർആൻ പാരായണം ചെയ്യുന്നവൻ പാലിക്കേണ്ട മര്യാദകൾ കുറെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. നല്ല വസ്ത്രം ധരിക്കുക, സുഗന്ധം ഉപയോഗിക്കുക, മിസ്വാക്ക് ചെയ്യുക, അർത്ഥവും ആശയവും ചിന്തിക്കുക, ഖിബ്ലക്ക് മുന്നിടുക, ശുദ്ധി ഉണ്ടായിരിക്കുക, ശുദ്ധിയുള്ള സ്ഥലത്ത് വെച്ചായിരിക്കുക, പിന്നെ അതുപോലെ തന്നെ ഭയഭക്തി ഉണ്ടായിരിക്കുക, ഓതുന്നതിന്റെ ഇടയിൽ സംസാരിക്കാതിരിക്കുക, ഖിറാഅത്ത് തുടങ്ങുമ്പോൾ അഊദും ബിസ്മിയും ചൊല്ലുക. അങ്ങനെ കുറെ കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഖുർആൻ പാരായണം ചെയ്യുന്നവൻ പാലിക്കേണ്ട മര്യാദകൾ. അപ്പൊ ഏതെങ്കിലും 2 മാത്രം അവിടെ എടുത്തെഴുതുക. ഇനി 6ാമത്തെ പ്രവർത്തനം പൂരിപ്പിക്കാം എന്നുള്ളതാണ്. തിബ് സുമ്മ സ്വിൽ റഹിമൻ തഫുസ് ഉളിഫ് റാനിഅം ദഅസൂഅ വന്നിൻ സുർ ഷരീഫൻ ലിൽ കറം. അപ്പൊ അവിടെ സ്വിൽ തമുസ് സൂഅ സുർ എന്നുള്ളതാണ് അവിടെ എഴുതാനുള്ളത്. രണ്ടാമത്തതോ ഇബ്ഗി ഹജ്ജക വഖിഫ് അഖീമഹു. അപ്പൊ ഹജ്ജക എന്നുള്ളതും ഖിഫ് എന്നുള്ളതും അവിടെ എഴുതി കൊടുക്കുക. ഇനി 7ാമത്തത് റായിനെ തർക്കീക്കാക്കുന്നതിന് ഒരു ഉദാഹരണം എഴുതാം. അപ്പൊ കുറെ ഉദാഹരണങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. മിൻ ഷെരി മാ ഖലഖ്, ഐരി മഗ്ദൂബി അലൈഹിം വലദ്ദാലിൻ, പിന്നെ വലിബാസു തഖ്വ ദാലിക ഖൈർ, ഫഇദാ ദഹബൽ ഖൗഫു സലഖൂകും ബി അൽസിനത്തിൻ ഹിദാദിൻ അശിഹതൻ അലൽ ഖൈർ. അപ്പൊ ഇതൊക്കെ നമ്മൾ റായിനെ തർക്കീക്കാക്കുന്ന ഉദാഹരണങ്ങളാണ്. അപ്പൊ ഏതെങ്കിലും 1 മാത്രം അവിടെ എഴുതുക. ദുആ വസിയത്തോടെ നിർത്തുന്നു. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.